സിപിഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കോഴിക്കോട് മുൻ ഡിസിസി ജനറൽ സെക്രട്ടറി NV ബാബുരാജ്. എരഞ്ഞിപ്പാലം സീറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് പാർട്ടി വിട്ടത്. ഇടതുപക്ഷം സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് മികച്ച ഭരണമാണെന്നും എരഞ്ഞിപ്പാലം സീറ്റ് കോൺഗ്രസിന്റെ പേയ്മെന്റ് സീറ്റാണെന്നും ബാബുരാജ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പറയുണ്ടായി, വാർഡിൽ നിന്ന് തീരുമാനിച്ചിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചെന്ന്. വാർഡ് കമ്മിറ്റിയിൽ നൽകിയ പേരുകൾ ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ പേരിൽ എരഞ്ഞിപ്പാലം 65 മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വാർഡ് 65 എരഞ്ഞിപ്പാലം പേയ്മെന്റ് സീറ്റാണ് UDFന്റെ. സ്വാഭാവികമായി 2 ടേം മുഖ്യമന്ത്രിയായി കേരളത്തിൽ വന്നിട്ടുള്ള ഏക നേതാവ് പിണറായി വിജയൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ സഹയാത്രികനായി ഇന്നു മുതൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം എൻ്റെ ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അനീസ് അലി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അനീസ്, സീറ്റ് തർക്കത്തെ തുടർന്ന് തന്നെയാണ് NV ബാബുരാജും പാർട്ടിയുമായി ഇടഞ്ഞത്. ഇനിയിപ്പോൾ CPMനൊപ്പം പോകാനാണോ തീരുമാനം? തീർച്ചയായും NV ബാബുരാജ് സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടി വിട്ടിരുന്നു. DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നരേന്ദ്രമോദി മികച്ച നേതാവാണ്, അദ്ദേഹം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിന്റെ ഗുരുവാണ്, ഇന്ത്യ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ വികസിത രാജ്യമായി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ തരത്തിൽ കേന്ദ്ര സർക്കാരിനെ വലിയ പുകഴ്ത്തലോട് കൂടിയാണ് അദ്ദേഹം BJPയിലേക്ക് എന്ന സൂചനയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. അതേസമയം അതിനുശേഷം ഇന്നിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്, ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളം വലിയ വികസന മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്ത് പിണറായി വിജയൻ സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി വലിയ 2 ടേം പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് ഇനി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, അദ്ദേഹം സീറ്റ് വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ തർക്കങ്ങൾ ആരംഭിച്ചത്. എരഞ്ഞിപ്പാലം സീറ്റുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ പാർട്ടിക്കകത്ത് അദ്ദേഹം നടത്തിയിരുന്നു. അതേസമയം ആ സീറ്റ് അദ്ദേഹം ഉദ്ദേശിച്ച ആൾക്കല്ല, മറ്റൊരാൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ആ സീറ്റ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ കോൺഗ്രസ് പാർട്ടി മുഖവിലേക്ക് എടുത്തില്ല. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതേ തുടർന്ന് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, എരഞ്ഞിപ്പാലം സീറ്റ് പേയ്മെന്റ് സീറ്റാണ്, അത് ക്യാഷ് വാങ്ങിക്കൊണ്ടാണ് പാർട്ടി വിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ട തെളിവുകൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം അതേസമയം തന്നെ ഞാൻ ഇനി മുതൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്ന് പറയുന്നു. അതേസമയം CPMനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ CPMന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. CPMുമായി ചേർന്ന് പ്രവർത്തിക്കും, ഇടതുപക്ഷ സഹകാരിയായി പ്രവർത്തിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അമൃത.